ശർക്കര അരിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് അരപ്പ് ചേർത്തത്. തേങ്ങയും ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും കടുക് ചതച്ചതും കൂടെ കൂട്ടി നമ്മളിത് അരപ്പുണ്ടാക്കി ഇതിനകത്തിട്ടു. ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞൊരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ അരപ്പിടാൻ. പിന്നെ ഈ മാങ്ങാപ്പഴം പല രീതിയിൽ കറി വെക്കും. ചിലർ നമ്മൾ തൈര് ഒഴിച്ച് മാങ്ങാപ്പഴം പുളിശ്ശേരി വെക്കും. അതിങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പോലെ തേങ്ങയൊക്കെ നന്നായിട്ട് അരയണം. അതിന് നല്ല കാളം പോലെ, കാളം തന്നെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നതിന്, അങ്ങനെയും വെക്കാം. പിന്നെ ഇത് ശർക്കര ചേർത്ത് പച്ചടി ആയിട്ടും വെക്കാം. നമ്മൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ വെക്കുന്ന പോലെ അങ്ങനെ പച്ചടിയായിട്ടും വെക്കാം. അപ്പോൾ ഇത് അരപ്പൊക്കെ പച്ചച്ചവയൊക്കെ മാറി നമുക്ക് ഇതിനൊരു കടുകും കൂടെ പൊട്ടിച്ചിട്ടാൽ നമ്മുടെ കറി സെറ്റായി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുകൂടെ പൊട്ടിച്ച് എണ്ണ തിളച്ചു, കടുകിട്ടു. പച്ചമുളക് ഇട്ടു. പച്ചമുളക് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കരിവേപ്പില കഴുകി വെച്ചിരുന്നതാണ്, അതുകൂടെ ഊരി ഇട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കണ്ടോ, നമ്മുടെ പച്ചടി സെറ്റായിട്ടുണ്ട്. വിഷുവിന് മാങ്ങാപ്പഴപ്പച്ചടി വെക്കാത്തതിൻ്റെ സങ്കടം ഒന്ന് മാറി. വലിയ സങ്കടമായിരുന്നു. അമ്മയും അച്ഛനൊക്കെ ഉള്ളപ്പം വിഷുവിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കറി എന്ന് പറഞ്ഞാൽ മാങ്ങാപ്പഴപ്പച്ചടിയാണ്. അന്നൊക്കെ ഇഷ്ടം പോലെ മാങ്ങാപ്പഴം നമുക്ക് നാടൻ പ്രദേശത്തൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് മാങ്ങാപ്പഴത്തിന് ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മാങ്ങാപ്പഴം കിട്ടും, പക്ഷേ കടയിൽ മേടിക്കുന്നതല്ല, ഇങ്ങനത്തെ നാട്ടുമാങ്ങ കിട്ടത്തില്ലല്ലോ. ഇന്ന് എന്തായാലും എൻ്റെ സങ്കടം മാറി. പിന്നെ നമുക്കിന്ന് കറി ഇതുകൊണ്ടാണ് മത്തിയും മാങ്ങയും കൂടെ കറി വെച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കേ.